ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയം ശനിയാഴ്ച അവസാനിക്കും. 14-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിക്കും. ഡിസംബർ 21-ന് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും. ജനുവരി 2 ഉച്ചയ്ക്ക് 1 മണിവരെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. ജനുവരി 3-ന് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പുറത്തുവിടും. ജനുവരി 18-നാണ് തെരഞ്ഞെടുപ്പ്. ജനുവരി 8 മുതൽ 10 വരെ തീയതികളിൽ പ്രവാസി ഭാരതീയ ദിവസ് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ബോർഡ് തെരഞ്ഞെടുപ്പ് തീയതി ഇലക്ഷൻ കമ്മീഷൻ പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു. മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18-ലേക്ക് മാറ്റിയത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ വൈകിട്ട് ഫലവും പ്രഖ്യാപിക്കും. റീകൗണ്ടിംഗ് ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾ 19-ന് തന്നെ അപേക്ഷ സമർപ്പിക്കണം. 22-ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ പട്ടിക ചെയർമാന് കൈമാറുമെന്നും ഇലക്ഷൻ കമ്മീഷൻ സർക്കുലറിൽ അറിയിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർ മത്സര രംഗത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക ഫോം സ്വീകരിച്ചവരിലും വർധനവുണ്ടായതായാണ് അനൌദ്യോഗിക വിവരം. അതേസമയം തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസം സ്കൂൾ നോട്ടീസ് ബോർഡിൽ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 5125 രക്ഷിതാക്കൾക്കാണ് ഇത്തവണ വോട്ടവകാശമുള്ളത്. വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമാണ് വിവിധ സ്ഥാനാർത്ഥികൾ. നിലവിൽ ബോർഡ് അംഗങ്ങളായ ഭൂരിഭാഗം പേരും ഇത്തവണ മത്സരരംഗത്തുണ്ട്. ഒമാനി വാഹന നിർമ്മാണ കമ്പനിയായ കെർവ മോട്ടോഴ്സ് രൂപകൽപ്പന ചെയ്ത സ്കൂൾ ബസ്സുകളുടെ ആദ്യ ബാച്ച് കൈമാറി. കഴിഞ്ഞ ദിവസമാണ് ബസ്സുകൾ അധികൃതർ കൈമാറിയത്. വിദ്യാഭ്യാസ മന്ത്രാലയവുമായുള്ള കരാർ പ്രകാരം പഴയ ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകൾ ഉപയോഗിക്കും. 5 വർഷത്തിനകം മുഴുവൻ സ്കൂളുകൾക്കും കെർവ മോട്ടോഴ്സിന്റെ ഒമാൻ നിർമ്മിത ബസ്സുകൾ ലഭ്യമാക്കുമെന്നും കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. മികച്ച സുരക്ഷാ സംവിധാനങ്ങളും ഉയർന്ന നിലവാരത്തിലുമുള്ളതുമായ ബസ്സുകളാണ് കെർവ മോട്ടോഴ്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക സംവിധാനങ്ങളും കെർവ മോട്ടോഴ്സ് ബസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 23 കുട്ടികൾക്ക് ഒരു ബസ്സിൽ ഒരേ സമയം യാത്ര ചെയ്യാം. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ളതാണിത്. ബസ്സിനകത്തും പുറത്തും ക്യാമറകൾ ഉണ്ടാകും. സുരക്ഷാ ഡോറുകൾ, എമർജൻസി ഡോറുകൾ, സെൻസർ സംവിധാനമുള്ള സൈഡ് ഡോറുകൾ തുടങ്ങിയവയും ബസിന്റെ പ്രത്യേകതയാണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ്, എഞ്ചിൻ സെൻസർ, GPS ഉപയോഗിച്ചുള്ള ബസ് ട്രാക്കിംഗ് സംവിധാനം, ഡ്രൈവറുടെ പ്രകടനം നിരീക്ഷിക്കുന്ന മോണിറ്ററിംഗ് സംവിധാനം എന്നിവയും ബസ്സിലുണ്ടാകും. ഈ വർഷം മുതൽ തന്നെ പ്രാദേശിക വിപണിയിലും ബസ്സുകൾ ലഭ്യമാക്കി തുടങ്ങും. പ്രതിവർഷം 1000 ബസ്സുകൾ വീതമാണ് നിർമ്മാണം പൂർത്തിയാക്കി സ്കൂളുകൾക്ക് കൈമാറുക. സ്കൂളുകൾക്ക് ബസ്സുകൾ കൈമാറുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയവും ഒമാൻ ഡെവലപ്മെന്റ് ബാങ്കും കെർവ മോട്ടോഴ്സും കഴിഞ്ഞ വർഷം ധാരണയിലെത്തിയിരുന്നു. ദുഃഖം പ്രത്യേക സാമ്പത്തിക മേഖലയിലാണ് കെർവ മോട്ടോഴ്സിന്റെ ബസ് നിർമ്മാണ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. കവചിത വാഹനങ്ങൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് കെർവ മോട്ടോഴ്സും ആർമോർഡ് ഗ്രൂപ്പും അടുത്തിടെ കരാർ ഒപ്പുവെച്ചിരുന്നു. രാജ്യത്ത് നിർമ്മിക്കുന്ന കവചിത വാഹനങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലെത്തിക്കും. ഒമാനി വിപണിക്കും ഏറെ ഗുണകരമാകുന്നതാണ് ഈ പദ്ധതി. ദോഫാറിലെ പ്രധാന വിനോദസഞ്ചാര പ്രദേശമായ തുംറൈത്ത് വിലായത്തിൽ വിന്റർ ഫെസ്റ്റിവലിന് തുടക്കം. ഡിസംബർ 27 വരെ ഇത് തുടരും. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തുംറൈത്ത് വാലി ഓഫീസാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. മരുഭൂമി പ്രദേശത്താണ് ഫെസ്റ്റിവൽ വേദി. ഒട്ടകപ്പന്തയം, ക്യാമ്പിംഗ് തുടങ്ങി വ്യത്യസ്ത പരിപാടികളാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി അരങ്ങേറുന്നത്. ബാങ്കുകളിൽ നിന്നും പണവുമായി ഇറങ്ങുന്നവരെ പിന്തുടർന്ന് പണം അപഹരിക്കുന്ന സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യൻ രാജ്യക്കാരായ 5 വിദേശികളെയാണ് പിടികൂടിയത്. ബാങ്കിൽ നിന്നും പണം പിൻവലിച്ച് ഇറങ്ങുന്നവരെ പിന്തുടരുകയും പിന്നീട് വാഹനത്തിൽ നിന്നും പ്രലോഭിപ്പിച്ച് ഇറക്കിവിട്ട് മോഷണം നടത്തുകയുമായിരുന്നു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആരോപി സ്ഥിരീകരിച്ചു. അതേസമയം നേരത്തെയും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കാർ പാർക്ക് ചെയ്യുമ്പോൾ ഗ്ലാസ് തകർത്ത് പണം അപഹരിക്കുന്നതും ഇവരുടെ രീതിയാണ്. ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്നും മോഷണം നടത്തിയതിന് സംഘം ഒടുവിൽ പിടിയിലായി. സമാന സംഭവങ്ങൾ തുടർക്കഥയായതോടെ ബാങ്ക് ഉപയോക്താക്കളായ സ്വദേശികൾക്കും വിദേശികൾക്കും അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണ്.
പണം സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും ഇത്തരം സംഘങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവരെ ഇവരുടെ കവർച്ചയ്ക്ക് ഇരയാകുന്നവരോ ഉടൻ വിവരം കൈമാറണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. സ്വകാര്യ സന്ദർശനം പൂർത്തിയാക്കി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയുടെ പത്നിയും പ്രഥമ വനിതയുമായ ഇന്തിസാർ അൽ സീസി ഒമാനിൽ നിന്നും മടങ്ങി. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തിസാർ അൽ സീസി സുൽത്താന്റെ പത്നിയും പ്രഥമ വനിതയുമായ അസയ്യിദ അഹദ് അബ്ദുള്ള ഹമദ് അൽ ബുസൈദിയുമായി സൗഹൃദ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അൽ ആലം കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പൊതു താൽപ്പര്യമുള്ള നിരവധി വിഷയങ്ങളും ഇരു രാജ്യങ്ങളും സഹോദരങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ നിലവിലുള്ള മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു. ഇരുവരും നാഷണൽ മ്യൂസിയവും ഒപ്പേറ ഹൗസും മസ്കറ്റ് ഗവർണറേറ്റിലെ ചരിത്ര പ്രസിദ്ധമായ അൽ മിറാനി കോട്ടയും സന്ദർശിച്ചിരുന്നു. അറേബ്യൻ ഗൾഫ് കപ്പ് മുന്നൊരുക്കങ്ങൾക്കായി ഒമാന്റെ ആഭ്യന്തര പരിശീലന ക്യാമ്പിന് തുടക്കം. സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ പരിശീലകൻ റാഷിദ് ജാബിറിന് കീഴിലാണ് ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. താരങ്ങൾ ഭൂരിഭാഗവും ഇതിനോടകം ജോയിൻ ചെയ്തിട്ടുണ്ട്. കളിക്കാരുടെ ശാരീരികവും സാങ്കേതികവുമായ കഴിവ് വളർത്തുന്നതിലായിരിക്കും ക്യാമ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ക്യാമ്പിനുള്ള 31 സ്ക്വാഡ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. പരിചയസമ്പന്നർക്കൊപ്പം പുതുമുഖങ്ങൾ കൂടി അണിനിരക്കുന്ന സ്ക്വാഡിനെയാണ് റഷീദ് ജാബിർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്യാമ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവർക്ക് ഈ മാസം കുവൈറ്റിൽ ആരംഭിക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പിനുള്ള സംഘത്തിൽ ഇടം നേടാം. കഴിഞ്ഞ ദിവസങ്ങളിൽ സീബ് സ്റ്റേഡിയത്തിൽ റാഷിദ് ജാബറിന്റെ കീഴിൽ നടന്ന യുവതാരങ്ങളുടെ ക്യാമ്പിൽ കഴിവ് തെളിയിച്ചവരെ നിലവിൽ പ്രഖ്യാപിച്ച സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒമാന്റെ ഒളിമ്പിക് അണ്ടർ 20 ടീമുകളിൽ നിന്നുള്ള നിരവധി പുതുമുഖങ്ങൾ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സമീപകാലങ്ങളിൽ താരങ്ങൾ നടത്തിയ മികച്ച പ്രകടനമാണ് ദേശീയ ടീമിലേക്ക് യുവതാരങ്ങൾക്ക് വഴി തുറന്നത്. അതേസമയം ഡിസംബർ 21 മുതൽ ജനുവരി 3 വരെ കുവൈറ്റിലാണ് ടൂർണമെന്റിന്റെ 26ാമത് പതിപ്പ് നടക്കുന്നത്. ആതിഥേയരായ കുവൈറ്റ്, ഖത്തർ, UAE എന്നിവയ്ക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഒമാനുള്ളത്. ഗ്രൂപ്പ് ബിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറാഖിനോടൊപ്പം സൗദി അറേബ്യ, ബഹ്റൈൻ, യമൻ എന്നിവരുമാണുള്ളത്. 21-ന് ഉദ്ഘാടന മത്സരത്തിൽ കുവൈറ്റിനെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം. 24-ന് ഖത്തറിനെതിരെയും 27-ന് UAEക്കെതിരെയുമാണ് ഒമാന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ വരുന്നത്. ആഭ്യന്തര ക്യാമ്പിന് പിന്നാലെ അടുത്ത ആഴ്ചയിൽ കുവൈറ്റിലേക്ക് തിരിക്കുമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. മികച്ച സേവനം കാഴ്ചവെച്ച നിരവധി സൈനികർക്കും സിവിലിയൻ ഉദ്യോഗസ്ഥർക്കും രാജകീയ പ്രശംസാ മെഡലുകൾ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സമ്മാനിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിലെയും സുൽത്താൻ സായുധ സേനയിലെയും റോയൽ ഗാർഡ് ഓഫ് ഒമാൻ എന്നീ വിഭാഗത്തിലെയും നിരവധി ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത്. അൽ മുർത്തഫ ക്യാമ്പിൽ സുൽത്താനു വേണ്ടി പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സെയ്ദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദാണ് മെഡലുകൾ സമ്മാനിച്ചത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.